ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് ഒക്കെ എങ്ങനെ? ബിസിനസ് ആക്ച്വലി നേരത്തെ പറഞ്ഞപ്പോഴാ 2 കാൽക്കുലേറ്റർ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. എന്തിനാ 2 കാൽക്കുലേറ്റർ? കണക്ക് കൂട്ടിട്ട് ശരിയാവണ്ടേ? ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. കണക്ക് കൂട്ടി തെറ്റുമ്പോ അടുത്ത് അത് കേടാന്ന് വെച്ചിട്ടാ ഇപ്പത്തന്നെ കൂട്ടാത്. അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം, എന്റെ മുതലാളിയാവരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുമല്ലേ? ഇനിയിപ്പോ കുറച്ചും കൂടി ഫ്രീ ആയ സ്ഥിതിക്ക് അത്യാവശ്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ സെറ്റ് ചെയ്യാം. പൈസ വേണ്ടേ മസ്താനി? കടവും കടപ്പാണ് കൂട്ടത്തിലൊരു അപ്പോ ഇത് കാണുന്ന അമ്മമാർക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പാണ്, വീട്ടിലെ മക്കൾക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. പക്വതയും പാകതയും തീരെ പോരാ. നമ്മൾ ആദ്യം ഒന്നും മൈൻഡ് ചെയ്യല്ലേ, ഇത് എങ്ങനെയാണ് ഇതിന്റെ സിറ്റുവേഷൻ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. ഡൗട്ട് തോന്നിയാൽ ആക്ട് ചെയ്ത് ഞാൻ അങ്ങനെ മനസ്സിലാക്കി കിടന്നു കള്ളി. അപ്പൊ ഞങ്ങൾ വേറെന്തോ പറയാൻ വന്നാണ്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. വേണ്ടായിരുന്നു. എന്നെ പോലെ ഏതെങ്കിലും പെങ്കൊച്ചുണ്ടോ? എന്റെ വയസ്സിലുള്ള പെമ്പിളർക്ക് ഭയങ്കര ട്രിപ്പൊക്കെ നടന്ന് എൻജോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീടിന്റെ ഭാരം ഈ ഭാരം കൊണ്ട് ചില കാര്യങ്ങൾ അമ്മ പറയുന്നത് ഈ മക്കൾക്ക് മനസ്സിലാവണം. അത് മൈൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പവും വരില്ല. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ പോകാം. എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. അപ്പോ കാർ എടുത്തു. പക്ഷെ ഞാൻ വന്നപ്പോഴാണ് അറിയണത് റീസെന്റ് ആണ് അമൃത കാർ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയത്. പേടിച്ചിട്ടാ? വണ്ടി എടുക്കാൻ എനിക്ക് ഭയങ്കര പേടി. കാരണം കൂടെ ഈ അമ്മ കയറി ഇരുന്ന ഭയങ്കര ഞാൻ താണു കണ്ടപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കര ശ്രദ്ധാപൂർവമായിട്ടും ഇതുപോലത്തെ ആൾക്കാരൊക്കെ പോയിട്ട് വണ്ടി ഇടിച്ചില്ലെങ്കിലേ ഉള്ള ദിശ. ചിലതൊക്കെ നീ അമുക്കുന്നുണ്ട്. ഹലോ, ഇറങ്ങി മാത്രം നോക്കി മുന്നോട്ട് മാത്രം നോക്കി വണ്ടി ഓടിക്കാൻ ഗ്ലാസ് എന്തിനു വെച്ചിരിക്കുക? ഈ ഗ്ലാസ് നോക്കത്തില്ല, ഗ്ലാസ് ഞാൻ നോക്കി പറയണം വയറ്റിൽ വണ്ടി ഉണ്ടോന്ന്. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? പക്ഷെ ഞാൻ 4th ഇയർ വരെ പോകത്തുള്ളൂ, 5ാമത്തോട് പോകത്തില്ല. ചവിട്ടിണ്ടല്ലോ 5 പോയാൽ തിരിച്ചു വരാൻ അറിയത്തില്ല. മൊത്തം വണ്ടി അഞ്ചി സാരമില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. ഞങ്ങള് വന്ന വഴിക്ക് വണ്ടി താഴെ പാർക്ക് ചെയ്തേക്കാ റോട്ടില്. അപ്പൊ ഞങ്ങൾ അകത്ത് കയറ്റിടാനുള്ള സ്ഥലമുണ്ട്, എന്താ റോട്ടിലിട്ടേക്കുന്നത്? എന്നെ മനസ്സിലായിരുന്നെങ്കിൽ അങ്ങനെ ചോദിക്കില്ലായിരുന്നു. ഒന്ന് പുറത്തോട്ട് ഇറക്കിയതാ, ബാക്ക് അടിച്ച് ഫ്രണ്ട് കയറ്റി ഫ്രണ്ട് അടിച്ചു. ഇപ്പൊ ബാക്കിലും മാറ്റണം, ഫ്രണ്ടിലും മാറ്റണം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? 4 ഡോറ് മാത്രമേ ഉള്ളൂ. എന്തൊരു തലവേദന. സത്യസന്ധമായിട്ട് പറയാം, ഇന്റർവ്യൂ ആയിട്ട് പറയാം. സത്യസന്ധമായിട്ട് പറയാനേ ഞാൻ പറഞ്ഞ ലെഫ്റ്റ് ഓടി എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ പറ്റരുതെന്ന് മനസ്സിലായോ? എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. കേറിപ്പോ ഞാൻ ഇനി കേറി വന്നു പിന്നോട് മിണ്ടി പോരുത്. ഒന്നാളെ ഞാൻ കുറെ നേരമായി തന്റെ കത്തി. 3 വീലിലിരിക്കുന്ന വണ്ടി, ഒരു വീലും. നിങ്ങൾ എന്നെ ആർദ്രമായി അഭിനന്ദിക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും കാണില്ലല്ലോ. വണ്ടി ആകുമ്പം തട്ടും മുട്ടും. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ?